മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഒരിക്കലും നമുക്ക് നമ്മുടെ വോയിസിൽ പാടിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടപ്പെടില്ല. അത്രയും നാള് മണിച്ചേട്ടൻ ഇവിടെ വിയോഗപ്പെടും എന്ന് യാതൊരു വക ചിന്തയില്ലാതെയാണ് നമ്മൾ മലയാളി പ്രേക്ഷകർ പെട്ടെന്നൊരു സ്തംഭനമായിരുന്നു കേരളം മൊത്താകെ. വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ ഇത് ഗ്ലിസറിനാണോ? ഞാനാണ് ആ വേഷം ആദ്യമായിട്ട് ഇട്ടത്. എനിക്ക് തോന്നുന്നു മണിച്ചേട്ടൻ പോലും സ്റ്റേജിൽ അത്തരം വേഷങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. അതായത് ഒരു കായ്മുണ്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങള്, ഒരു കായ്മുണ്ട്, ഒരു കറുത്ത ഷർട്ട്, ഒരു ഷാളിട്ട് കുറി വരച്ച്, അതാണ് എന്റെ വേഷമായിരുന്നത്. ഞാൻ ഈ ഫിഗർ ഇട്ട് വന്നു, എന്റെ തൊണ്ടടഞ്ഞു എന്ത് ചെയ്യും? അപ്പൊ ശബ്ദമാണ് എല്ലാത്തിനും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ചാലക്കുടി ചന്തക്ക് പോകുമ്പോ എന്ന് പാടുന്ന സമയത്ത് ഈ ശബ്ദം ഇല്ലെങ്കിൽ നമ്മൾ ഫിഗർ ഇട്ടിട്ട് അത് കളിച്ചിട്ട് കാര്യമില്ല. ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീകൃഷ്ണന്റെ വേഷമാണ് കെട്ട അല്ലേ? അതില് കുചാലന്റെ വേഷം കെട്ടുന്നവരുണ്ട്. അത് ശ്രീകൃഷ്ണന് പകരം വെക്കാൻ വേണ്ടിട്ടല്ലോ ചെയ്യണേ. ഫിഗറിനകത്ത് വലിയ സംഭവം ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇന്ന് വിളിക്കുമ്പോ ചാലക്കുടി എന്ന് പറഞ്ഞാൽ നാളെ ചിലപ്പോ വേറെ അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളൊരു കടയിൽ ചെല്ലുമ്പോ ഒരു സോപ്പ് വാങ്ങണമെങ്കിൽ ഇതിന് ഫ്രീ ഉണ്ടോ നോക്കും. അതുപോലെ ഒരു വർഷമായിട്ട് കേൾക്കാൻ തുടങ്ങിയ വാക്ക ഫ്രീ ആണോ ഫ്രീ ആണോ. നാടൻ പാട്ട് പാടുന്ന ഞങ്ങളെ പോലുള്ള കൊച്ചു കലാകാരന്മാർക്ക് വേണ്ടി മണിച്ചേട്ടൻ തുറന്ന ഒരു പ്ലാറ്റ്ഫോം വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. മുത്തപ്പന്മാരെ മുത്തിമാരെ ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ, ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് രഞ്ജിത്ത് ചാലക്കുടിയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചേട്ടനെ കണ്ടത് മണിച്ചേട്ടന്റെ അതേ ഫിഗറിൽ പാട്ട് പാടുന്നതുണ്ട്. അപ്പോഴാണ് ഞാൻ ആളാരാന്നറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് രഞ്ജിത്ത് ചാലക്കുടി എന്നുള്ള പ്രൊഫൈല് വരുന്നത്. അന്ന് തൊട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു വർഷമായില്ലേ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ട്, ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. ശരിക്കും അതിന് നല്ല സാമ്യം ഉണ്ടായിരുന്നു. എങ്ങനെയാ ചേട്ടാ മണിച്ചേട്ടന്റെ പാട്ടുകൾ മാത്രമാണോ പാടുന്നത്, അതോ ഇപ്പം എങ്ങനെയാണ് ചേട്ടന്റെ ഷോസുകളൊക്കെ പോകുന്നത്? ഇപ്പം ചില നമ്മുടെ ബിഗിനിങ് ഒരു 10-15 വർഷത്തിന്റെ മേലായി ഫീൽഡിൽ വന്നിട്ട്. എന്നെ ഫീൽഡിലേക്ക് ആദ്യം കൊണ്ടുവന്നത് പ്രസീത ചാലക്കുടിയാണ്. പ്രസീതയുടെ ടീമിലൂടെ അങ്ങനെ നാടൻ പാട്ടായിരുന്നു എന്റെ പാഷനും അത് തന്നെയായിരുന്നു, നാടൻ പാട്ടിലൂടെ. പിന്നീട് അത് ഓർക്കസ്ട്രേഷനായിട്ട് ഒരു ക്രേസ് വന്നു. എനിക്ക് മ്യൂസിക് ചെയ്യാനായിട്ടുള്ള ഇഷ്ടങ്ങൾ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് കുറച്ച് പാട്ടുകൾ മ്യൂസിക് ചെയ്ത് തുടങ്ങി. ഇപ്പൊ കുറച്ച് ചെറുതായിട്ടൊരു സ്റ്റുഡിയോ ഒക്കെ വീട്ടിലുണ്ട്. സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്യും, ആൽബം ചെയ്യുന്നുണ്ട്, പാട്ടുകൾ പാടുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി സ്റ്റേജിൽ മണിച്ചേട്ടനെ ആവശ്യമുള്ള പ്രേക്ഷകർ മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് ഇമ്പ്രൂവ് ചെയ്ത് പാടാൻ ശ്രമിക്കാറുണ്ട്. എങ്കിലും അദ്ദേഹത്തെ പോലെ അവൻ ആർക്കും സാധിക്കില്ല. മൾട്ടിപ്പിൾ പർപ്പസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്, സിംഗറാണ്, ആക്ടറാണ്, ഫൈറ്ററാണ്, ഡാൻസറാണ്, എല്ലാം കൂടി തികഞ്ഞൊരു മനുഷ്യനാണ് മണിച്ചേട്ടൻ. അപ്പൊ അതുപോലെ ഒരാളിനി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അദ്ദേഹത്തിന്റെ പർപ്പസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, പാട്ട് പാടുന്ന ശൈലി. ഞാനത് ചേട്ടനോട് ചോദിക്കാതിരിക്കുന്നു. ചേട്ടൻ ചുമ്മാ പറയുന്നതാണ് കേട്ടോ. ഇത്തിരി പാട്ടുകൾക്ക് എഴുതിയിട്ടുള്ള ഇതുവരെ ഏകദേശം 50ഓളം പാട്ടുകൾക്ക് സംഗീതം നൽകുകയും വരികൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ കലാകാരനാണ്. ഒരുപാട് ഷോസുകൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷം ഞാൻ പുറകെ നടന്നെന്ന് പറയാൻ ചേട്ടൻ ഇന്ന് വിളിക്കുമ്പോ ചാലക്കുടി എന്ന് പറഞ്ഞാൽ നാളെ ചിലപ്പോ വേറെ അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളൊരു കടയിൽ ചെല്ലുമ്പോ ഒരു സോപ്പ് വാങ്ങണമെങ്കിൽ ഇതിന് ഫ്രീ ഉണ്ടോ നോക്കും. അതുപോലെ ഒരു വർഷമായിട്ട് കേൾക്കാൻ തുടങ്ങിയ വാക്ക ഫ്രീ ആണോ ഫ്രീ ആണോ. നാറ്റിക്കരുത് തന്നെ. ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നതല്ല, ചേട്ടന് ഫ്രീ ആയിട്ട് ഇവരെ പോലെ വലിയ കലാകാരന്മാർ ഫ്രീ ആവുന്ന ദിവസം നമുക്ക് ഡേറ്റ് തരണം, അന്നെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ഓടിച്ചിട്ട് പിടിച്ച് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ്. ചേട്ടാ ആദ്യം ഞാൻ ചോദിക്കാനുള്ളൊരു കാരണം, അന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നു ഒരു മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടുന്ന ഒരു ചുമല തോർത്ത് കെട്ടി ഒരു മഞ്ഞ ഷർട്ട് ഇട്ടിട്ട് എന്റെ ഞാൻ ഒരു വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാധാരണ മണിച്ചേട്ടന്റെ ഫിഗർ എന്ന് പറയുമ്പോൾ പണ്ട് മുതലേ എല്ലാവരും മിമിക്രി ആർട്ടിസ്റ്റുകൾ എല്ലാവരും ചെയ്യുന്നത് വിഗ് വെക്കുന്നു, അല്ലെങ്കിൽ തൊപ്പി വെക്കുന്നു, കുറി വരയ്ക്കുന്നു, മീശ കറപ്പിക്കുന്നു, കയ്യിലൊരു വളയുണ്ടാവും, പിന്നെ നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മണിച്ചേട്ടനെ ബേസ് ചെയ്തിട്ട് മണിച്ചേട്ടന്റെ വിയോഗത്തിന് ശേഷം എങ്ങനെ അവതരിപ്പിക്കുന്നുള്ളൊരു ചോദ്യചിഹ്നമുണ്ട്. കാരണം ആൾക്കാർ എങ്ങനെയാണ് ഇരിക്കും അത് എടുക്കുക. അതായത് അത്രയും നാള് മണിച്ചേട്ടൻ ഇവിടെ വിയോഗപ്പെടും എന്ന് യാതൊരു വക ചിന്തയില്ലാതെയാണ് നമ്മൾ മലയാളി പ്രേക്ഷകർ പെട്ടെന്നൊരു സ്തംഭനമായിരുന്നു കേരളം മൊത്താകെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് 5-നോ 6-നോ അതിനുശേഷവും ഒരുപാട് ബുക്കിംഗ് പ്രോഗ്രാംസുകൾ നമുക്ക് ഓൾറെഡി മുൻപേ തന്നെ ബുക്കിംഗ് ആയിട്ടുണ്ട്. മണിച്ചേട്ടൻ മരിക്കും എന്നുള്ളത് നമുക്കറിയില്ല, എടുത്ത പ്രോഗ്രാം ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് ഒക്കെ പ്രിപ്പയർഡ് ആണ്.
പക്ഷെ ഈ വേഷം എന്ന് പറയുമ്പോൾ അത് വലിയ ചോദിച്ചിട്ടായി മാറി. അപ്പോഴാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഒരു കാവി മുണ്ടും കറുത്ത ഷർട്ടും ഒരു ഷാളൊക്കെ ഇട്ടിട്ട് ഒരു ആദ്യമായി ഒരു പ്രോഗ്രാം കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് അവിടെയുള്ള പ്രേക്ഷകര്, നമ്മുടെ ചാലക്കുടിയിൽ ആണ് ആ സ്ഥലം, കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രം. മണിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് താലിവരവൊക്കെ അമ്പലത്തിലേക്ക് വരാറുള്ളത്. ആ വർഷവും മണിച്ചേട്ടൻ്റെ പരിപാടി എല്ലാ വർഷവും ഉണ്ടാവാറുള്ളത് അവിടെ. പക്ഷേ ഇപ്രാവശ്യം മണിച്ചേട്ടൻ ഇല്ലാത്തതിൻ്റെ ഒരു ഇത് അവിടെയുള്ള ആളുകൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ എന്നെ പെർഫോം ചെയ്യാൻ വിളിച്ചു. പെർഫോം ചെയ്യാൻ വേണ്ടി മാത്രമാണ് അങ്ങോട്ട് പോയത്. അന്ന് മുതലാണ് ആ വേഷം അതൊരു ഇൻബിൽറ്റായിട്ട് മാറിയത്. പിന്നീട് എല്ലാ വേദിയിലും ഞാനാണ് ആ വേഷം ആദ്യമായിട്ട് ഇട്ടത്. എനിക്ക് തോന്നുന്നു മണിച്ചേട്ടൻ പോലും സ്റ്റേജിൽ അത്തരം വേഷങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. അതായത് ഒരു കാവ്യ മുണ്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഒരു കാവ്യമുണ്ട്, ഒരു കറുത്ത ഷർട്ട്, ഒരു ഷാളിട്ട് കുറി വരച്ച്, അതാണ് എൻ്റെ വേഷമായിരുന്നത്. പിന്നീട് പല മീഡിയസുകൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എന്റെ പോലെ കോസ്റ്റ്യൂംസ് ഇട്ട് കുറെ ആൾക്കാർ വേറെ ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പൊ അത് ആ ഒരു വേഷത്തിനോട് ചിലപ്പോൾ ഇഷ്ടം തോന്നി. അല്ല, മണിച്ചേട്ടൻ എന്ന് പറയുമ്പോ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാൻ ചേട്ടനെ കണ്ടിട്ട് ഇന്റർവ്യൂ ചോദിക്കണം എന്ന് പറഞ്ഞത്, അയ്യോ ഞാൻ മണിച്ചേട്ടനെ കണ്ടിട്ടില്ല, നിങ്ങളൊക്കെ കൂടെ നടന്ന് സന്തത സഹചാരികളാണ് നിങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇദ്ദേഹത്തിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ കുറേ എക്സ്പീരിയൻസ് ആളെ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്കത് ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് ഇട്ടപ്പോൾ ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയാണ്? കാരണം ഞങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ എവിടെയോ പറഞ്ഞതാണ്, 2016 അദ്ദേഹം മരിക്കുമ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ വിളിച്ചു പറയുന്ന, ഞങ്ങളും ഭയങ്കര കരച്ചിലായിരുന്നു. ആളുകളങ്ങ് കരഞ്ഞിട്ടേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം അതിൽ നിന്ന് ഇന്നും ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ തരത്തിലും വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹത്തിന് ഇന്നും ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയുണ്ട് ചേട്ടാ? ഒരു പോസിറ്റീവാണ്. പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ട്, നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട്. പോസിറ്റീവ് എന്ന് പറയുമ്പം ഒരു ഒത്തിരി പ്രേക്ഷകർ ഒന്നിച്ച് ഷോ കാണാനിരിക്കുന്നു. അപ്പം നമ്മൾ അവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ കാര്യം ഞാൻ പറയാം, മറ്റുള്ളവരുടെ അവസ്ഥ എനിക്കറിയില്ല. ഞാൻ കൂടുതൽ പെർഫോം ചെയ്യുന്ന സമയത്ത് മണിച്ചേട്ടൻ്റെ എൻട്രി ചെയ്യുന്ന സമയത്ത് അപ്പിയറൻസ് ആദ്യം മാത്രമേ ഉപയോഗിക്കുള്ളൂ, പിന്നെ ഉപയോഗിക്കലില്ല. കാരണം നമ്മൾ വരുന്നു, ആ ഒരു അപ്പിയറൻസിൽ ജസ്റ്റ് ഒരു 5-6 മിനിറ്റ് ജസ്റ്റ് ഒരു പാട്ട് പാടുന്നു, പോകുന്നു. പിന്നെ വരുന്ന എൻട്രി നമ്മളായിട്ട് തന്നെ വരും. എന്നിട്ടൊരു 20 മിനിറ്റോളം പെർഫോം ചെയ്യുന്നു. നമ്മൾ കൂടുതൽ മുഖ്യം കൊടുക്കുന്നത് ഫിഗറിനല്ല, പാട്ടിനാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാ എൻ്റെ സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഈ ഫിഗർ കിട്ടു വന്നു, എൻ്റെ തൊണ്ടടഞ്ഞു എന്ത് ചെയ്യും? അപ്പോൾ ശബ്ദമാണ് എല്ലാത്തിനും ഇമ്പോർട്ടൻറ്റ്. ശബ്ദം അല്ലെങ്കിൽ ഒന്നും സാധിക്കില്ല. അപ്പം നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പാടുന്ന സമയത്ത് ഇപ്പോൾ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ എന്ന് പാടുന്ന സമയത്ത് ഈ ശബ്ദം ഇല്ലെങ്കിൽ നമ്മൾ ഫിഗർ ഇട്ടിട്ട് അത് കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആൾക്കാർക്ക് വേണ്ടത് പാട്ടാണ്, ആ സ്റ്റൈലാണ്. പാട്ടിൽ കൊണ്ടുവരുന്ന കുറച്ച് സ്റ്റൈലുകളുണ്ട്, കുറച്ച് തമാശകളുണ്ട്. ഇടയ്ക്ക് ഓഡിയൻസിൻ്റെ മൈക്ക് കൊടുക്കുക, അവരെ കൊണ്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും പെർഫോം ചെയ്യിപ്പിക്കുക. അതൊക്കെയാണ് ഒരു ഇൻട്രാക്ഷൻ, ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞ പോലെ. അതാണ് ഞാൻ കൂടുതൽ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്, അതുള്ള ഫിഗർ അല്ല. അപ്പൊ പരമാവധി ഇപ്പൊ കുറച്ച് സിനിമകളിലേക്കൊക്കെ കുറച്ച് വേഷങ്ങളൊക്കെ വരുന്നുണ്ട്, ഫിഗർ പരമാവധി ഞാൻ ഒഴിവാക്കലില്ല, നമ്മൾ ഒരു സൈഡാക്കി കൊണ്ടുപോകുന്നു. ക്യാരക്ടറൈസേഷനിൽ മാറാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മണിച്ചേട്ടന് ഇഷ്ടമാണ്. അപ്പൊ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യും, ഇത് ചെയ്യാൻ പറഞ്ഞത് ചെയ്യും, എന്തിനും റെഡി. അന്ന് ഒരുപാട് പേര് കമന്റ്സിൽ കണ്ടിരുന്നു സെയിം ആണ്. ചിലവർ പറഞ്ഞു ഇവൻ എന്താ ഈ കോലം കിട്ടുന്ന കമന്റ്സിൽ കണ്ടിരുന്നു. അപ്പൊ ഞാനും അങ്ങനെ തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. നമ്മള് പക്ഷെ ആ സെയിം നിങ്ങൾക്ക് അതൊരു ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീകൃഷ്ണന്റെ വേഷമാണ് കെട്ട അല്ലേ? അതില് കുചാലന്റെ വേഷം കെട്ടുന്നവരുണ്ട്. അത് ശ്രീകൃഷ്ണന് പകരം വെക്കാൻ വേണ്ടിയിട്ടല്ലോ ചെയ്യണേ. ഗാന്ധി ജയന്തി ദിനത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിന് ഗാന്ധിജിയെ പോലെ വേഷമിട്ട് വരുന്ന ആളുകളുണ്ട് ഇല്ലേ? അപ്പൊ അത് ഒരിക്കലും ഗാന്ധിജിക്ക് പകരം വെക്കാൻ വേണ്ടിയിട്ടല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു പർപ്പസ് ചെയ്യുന്നത് ആൾക്കാർക്ക്. ഞാൻ നാടൻ പാട്ട് പാടുന്നതിന് 2 ഉദ്ദേശമുള്ളൂ. ഒന്ന്, നാടൻ പാട്ട് മണിച്ചേട്ടൻ്റെ പെർഫോമൻസ് ചെയ്യുമ്പോൾ പാടുന്നതിന്റെ ഒപ്പം തന്നെ ആൾക്കാർക്ക് കണ്ണിനും കൂടി ഒരു അപ്പിയറൻസ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിടുന്നതാണ്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും ഞാൻ പെർഫോം ചെയ്യും. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും ഓഡിയോ ബേസ് ചെയ്തിട്ടാണ്. അതായത് മ്യൂസിക്, പാട്ട് പാടുക, ഓർക്കസ്ട്രേഷൻ ചെയ്യുക, എങ്ങനെ നമ്മൾ മനോഹരമായിട്ട് നന്നായിട്ട് പാടി കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ആസ്വാദകർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫിഗറിനകത്ത് വലിയ സംഭവം ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അതെനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. അത് കലാഭവൻ സിദ്ദിഖാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. അതിന്റെ മ്യൂസിക് എഴുതിയിരിക്കുന്നത് പുള്ളിയാണ്. അതിനകത്ത് 2 വേർഷനാണ്, ഒന്ന് മലയാളം ഒന്ന് തമിഴ്. തമിഴ് പാടാൻ ട്രാക്ക് വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഇതുവരെ തമിഴ് പാടിയിട്ടില്ല. അപ്പൊ അങ്ങനെ പാടി പാട്ടാണ്. അതിന്റെ മലയാളം ചന്തമേറും ചന്ദ്രിക പോലെ കുഞ്ഞുപൂവിൻ പുഞ്ചിരി പോലെ മിന്നലൊളി കണ്ണുള്ള പെണ്ണെ സുന്ദരി പുന്നാരേ നാട്ടുമാവിൻ ചോട്ടിൽ വച്ച് ഞാനാദ്യം കണ്ടൊരാ നാളെ അന്നു തൊട്ട് മുഖമുള്ളിൽ കൊണ്ടു നടപ്പാണേ. ഇതിന്റെ തമിഴാണ് പാടിയത്.
ദേവലോക ദേവதை പോലെ മല്ലിപ്പൂവിൻ വാസം പോലെ കാന്തം കുன்று കണ്ണുള്ള പെണ്ണை ദേവதை വാരാളേ പാലമീനെ സ്വത്തിലെ വച്ച് തൂക്ക് സെട്ടി തൂക്കി വരും അമ്മുക്കുട്ടി ഉൺമുഖമെന്നിൽ പാത്ത് നടപ്പാളേ താരകപ്പൂ പൊൻസിരിപ്പല്ലോ ഉൻ വഴിയുള്ളാലേ அந்த கள்ளக்கண்ணின் நோட்டமறியும் உனக்கு முன்னாலே நீல நீல வெளியில் நான் உன்னிடம் வந்திடுவேன் நீ சம்மதம் தந்து விட்டால் நான் ஒரு മുത്തവും തന്നിടുവേ മുത്തവും തന്നിടുവേ. ഇതൊക്കെ ഇങ്ങനെ ഈ പാട്ട് പാടി കിട്ടിയതാണ് ഇതല്ല അല്ലേ ഈ അവസരങ്ങളൊക്കെ? അതെ അതെ. ഇപ്പൊ ഞാനിങ്ങനെ എന്റേതായിട്ടുള്ള സ്റ്റൈലിൽ പാടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അവസരങ്ങൾ കിട്ടി തുടങ്ങിയത്. നമുക്കിപ്പം ഇത് രണ്ടും കാണിച്ചു തരാം. അതായത് കലാഭവൻ മണിച്ചേട്ടൻ പാടുമ്പോഴുള്ള സ്റ്റൈലും ഞാൻ പാടുമ്പോഴുള്ള സ്റ്റൈലും രണ്ടും രണ്ട് സ്റ്റൈലാണ്. ചില പാട്ടുകൾ മണിച്ചേട്ടന്റെ പാട്ടുകൾ ഒരിക്കലും നമുക്ക് നമ്മുടെ വോയിസിൽ പാടിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടപ്പെടില്ല. കാരണം നമ്മളെല്ലാവരും ഇത് ഇൻബിൽറ്റ് ആയിട്ട് കേട്ട് കഴിഞ്ഞു. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ല പറയാം. ഇപ്പൊ ചിലപ്പോ മണിച്ചേട്ടന്റെ ഇപ്പം ഓടപ്പഴം പോലൊരു പെണ്ണ്, അത് ആള് പാടുമ്പോൾ ഉള്ളൊരു ശൈലിയുണ്ട്. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഞാൻ ഈ സംഗതി, പെണ്ണിന് ഈ സാധനം. പിന്നെ അതുപോലെ കുമ്പായി കുച്ചാണ്ട് എന്റെ പാണങ്കത്തണുമാ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവുള്ളത്. അതാണ് ഞാൻ കൂടുതലും ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ എന്റെ വോയിസിൽ പാടിയ ആൾക്കാർക്ക് ഇഷ്ടാവില്ല. അതെങ്ങനെയാണല്ലേ എന്റെ വോയിസിൽ പാടുമ്പോ കുമ്പായി കുച്ചാണ്ട് എന്റെ പാണങ്കത്തണുമാ, അപ്പൊ നിങ്ങൾക്ക് എന്തോ പോലെ തോന്നും അല്ലേ? അത് മറ്റൊരു ആൾക്കാർക്ക് അത് ഇഷ്ടമുള്ളൂ. അപ്പൊ നമ്മള് ആ പെർഫോം ചെയ്യുന്ന സമയത്ത് കൂടുതലും ആ ഒരു സ്റ്റൈല് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചേട്ടൻ ഏതായാലും ആ പാട്ട് പാടിയതല്ലേ, നമുക്ക് പാടാം. പാടി. മുംബൈ കൊച്ചാണ്ട് പാണങ്കത്തണുമാ വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ വയറ് കത്തിയാല് എന്റെ കൊടല് കത്തണുമാ പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം വളർക്കണുമാ അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായി തച്ചൻ കൊഞ്ചി പറയാറില്ലേ. ഞാനൊരു പൂക്കളിട്ടു കാലത്തെന്റെ അമ്മയും പൂക്കളിട്ടു അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളുണ്ട് പൂക്കളിട്ടു. അയ്യോ ഞാന് ഇതൊക്കെ കേൾക്കുമ്പോഴും ആ പാട്ടിന്റെ സീൻ ഉണ്ടല്ലോ മണിച്ചേട്ടൻ ഇങ്ങനെ എന്നിട്ട് അച്ഛൻ വന്നപ്പോ അച്ഛന്റെ മോള് ചിണുങ്ങനുണ്ട് എന്തിനാടി മോളെ. ആ പാട്ട് എഴുതിയുള്ള പേരും കൂടി പറയാലേ, മാപ്രാണ ഉണ്ണികൃഷ്ണനാണ് ഈ പാട്ട് എഴുതിയത്. ഓക്കെ. അപ്പൊ അത് സീനിനകത്ത് അയാൾ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ എന്തിനാടി മോളെ എന്ന് ചോദിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ മണിച്ചേട്ടൻ, ഫീൽ ചെയ്യും നമുക്ക്. അതെ, ആള് പറയും തല്ലിക്കരയണത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഫീൽ കൊടുക്കുന്നുണ്ട്. എന്തിനാടി മോളെ തല തല്ലിക്കരയണത്, ആ ഒരു വേരിയേഷൻ ഉണ്ട്. തല്ലിക്കരയണത് നമ്മള് കരഞ്ഞു പോവും. ചോറ് ചോദിച്ചപ്പോൾ അമ്മ കീറ് തന്നച്ചോ. വല്ലാത്ത ആർട്ടിസ്റ്റാ. സത്യം സത്യം. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ സൗണ്ടിൽ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്, ഭംഗിയാണ്. നമ്മളുടെ സൗണ്ടിൽ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാനിപ്പോ ഒരുപാട് സിനിമ പാട്ടുകൾ ഇപ്പൊ ഈ അടുത്ത് സ്റ്റേജിൽ പെർഫോം ചെയ്യലുണ്ട്. ഇപ്പൊ ചില അത് എം ജി സാറിന്റെ മുമ്പിൽ കാണിച്ചപ്പോൾ, എം ജി ശ്രീകുമാർ സാറിന്റെ മുമ്പിൽ ഞാൻ അന്ന് കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്ക് അത് മനസ്സിലായത്. എല്ലാവർക്കും അവരുടേതായ ഒരു ശൈലി ഉണ്ട്. അപ്പൊ അവസരങ്ങളിലൂടെയാണ് നമുക്കത് തെളിയിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്നെ തേടി പുതിയൊരു പാട്ട് വരുമ്പോ ഇത് എനിക്ക് രഞ്ജുവിന്റെ വോയിസിൽ കേൾക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പാടാൻ പറ്റുള്ളൂ. അല്ലാതെ എന്നോട് വരുന്ന ആൾ ഇത് മണിച്ചേട്ടന്റെ വോയിസിൽ പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഡയറക്ടേഴ്സ് പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായും. ഇപ്പൊ ചില ഈ പാട്ട് ഓരിലത്താളി ഞാൻ തേച്ചു തരാം നിന്റെ തളിർമേനിയാകെ ഞാനോ മനിക്കാം ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം, ഇത് മണിച്ചേട്ടൻ മടി എങ്ങനെ ഇരിക്കുന്നറിയോ? ഓരിലെ താളി ഞാൻ തേച്ചു തരാം നിന്റെ തളിർമേനിയാകെ ഞാനോ അങ്ങനെ പാടുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ശൈലിയില് വ്യത്യാസം എന്ന് പറഞ്ഞത്. എന്താണെങ്കിലും ചേട്ടാ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതായത് ഇപ്പൊ 15 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ മണിച്ചേട്ടൻ്റെ ഒപ്പം വന്നാണ്. ഇന്നിപ്പം പറയുന്ന പോലെ തന്നെ ആ കൂട്ടത്തിൽ കൂടി ഒരുപാട് പേര് പല രാജ്യങ്ങൾ, ഞാൻ പറഞ്ഞ സന്തോഷം എന്താ വെച്ചാൽ വിളിക്കുമ്പോ നിങ്ങളൊക്കെ പല രാജ്യത്താണ് ഷൂട്ട് എന്ന് പറയുമ്പോ വാവ് സൂപ്പർ അല്ലേ? കുറെ രാജ്യങ്ങൾ കാണാൻ പറ്റി. അതായത് നമ്മളിപ്പോ അല്ല വിചാരിച്ചിരുന്നില്ലല്ലോ പണ്ട്.
ഒരിക്കലും ഇല്ല. അത് നമ്മളിപ്പോൾ ഈ പ്രവാസികളുടെ കൂടെയാണ് കൂടുതൽ ആഘോഷങ്ങൾ ഞാൻ പങ്കിട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിലിപ്പം അവസ്ഥകൾ അറിയാലോ, ഓരോ പ്രശ്നങ്ങൾ കാരണം പരിപാടികൾ പലതും മാറ്റിവെച്ചു. പക്ഷെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ പെർഫോം ചെയ്യുമ്പം അവർ നാട്ടിലെത്താത്ത ആളുകളാണ്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ സന്തോഷം നമ്മൾ അവരെ അറിയിക്കുകയും അവർക്ക് എക്സ്പെക്ട് ചെയ്യാത്തതിൽ കൂടുതലുള്ള ഒരു പ്രതീക്ഷയിൽ അപ്പുറത്ത് ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷമായിരിക്കും. ഇപ്പം ഞാൻ കൂടുതൽ ഇപ്പോൾ കഴിഞ്ഞ ഷോയ്ക്ക് പോയത് ഓസ്ട്രേലിയയിൽ പെർത്ത്, ബ്രിസ്ബെയിൻ, സിഡ്നി അങ്ങനെ സ്ഥലത്ത് ഷോ. കേൾക്കുമ്പോൾ കൊതിയാവുന്നു. എനിക്ക് ഒരു കഴിവും തന്നിട്ടില്ല, ഉണ്ടായിരുന്നു നമ്മൾക്ക് പോയി പാടായിരുന്നു. വേണ്ട, വേറെ പറയാം. ആലോചിക്കാനുള്ള ദിവസം അങ്കമാലി വഴി തിരിച്ചുവിടാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കുഞ്ഞൊരു വീട് വെച്ചു, പിന്നെ ഒരു വണ്ടിയൊക്കെ എടുത്തു, പിന്നെ അതുപോലെ തന്നെ എല്ലാം ഈ പാട്ട് പാടി ഉണ്ടാക്കിയ തൊണ്ടപൊട്ടി. അതെ അതെ അതെ. ഞാനിപ്പോ ഞാൻ ഞങ്ങളുടെ നാടൻ പാട്ടിൽ ആദ്യത്തെ ഒരു വായ്ത്താരി ഉണ്ട്. അപ്പൊ അത് പാടുമ്പോഴാണ് എല്ലാവരും അടുത്ത് പറയാ രസമായിട്ടാന്നൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിങ്ങനെ എന്താ അതന്നെ ആദ്യം പറഞ്ഞ മുത്തപ്പന്മാര്. അപ്പൊ ഞങ്ങളുടെ എല്ലാത്തിലും എല്ലാ നാടൻ പാട്ടും ഇഷ്ടം. ആദ്യ പറഞ്ഞ മുത്തപ്പന്മാരെ ഭൂലോ പറന്ന മുത്തിമാരെ, ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ, ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ. 4 കോടി 42 ഈശ്വരന്മാർ വന്ന് തുണയായി വന്നിരിക്കണം എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. 4 കോടി 42 ഈശ്വരന്മാരെ തുണയായി വന്നിരിക്കണം എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. നാക്കിലല തണ്ടാന്റെ കള്ള് കൈക്കൊത്ത കർമ്മം അറിവില്ല തിരുവില്ല പൈതങ്ങൾ എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. നാക്കിലല തണ്ടാന്റെ കള്ള് കൈക്കൊത്ത കർമ്മം അറിവില്ല തിരുവില്ല പൈതങ്ങൾ എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. അയ്യോ ചേട്ടാ, എന്താ പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മളൊക്കെ ചെറുതിലെ ഇത് കേൾക്കൂലേ. പണ്ടൊക്കെ അമ്പലങ്ങളിൽ ഇങ്ങനെ നാടൻ പാട്ട് ഒക്കെ വരൂലേ, പള്ളികളിൽ അങ്ങനെ വരാറില്ല, അമ്പലങ്ങളിൽ വരുമ്പോ ഇത് പാടും. ഭയങ്കര ഇഷ്ടാ. ആ പിച്ചിലൊന്നും പിടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ CJ കുട്ടപ്പൻ സാറിന്റെ പിച്ച് അദ്ദേഹമൊക്കെ മറ്റേ ആദിയില്ലല്ലോ ഒരന്തമില്ലല്ലോ പുലക്കാലം പോവായുഗത്തിൽ, ആദിയില്ലല്ലോ ഒരന്തമില്ലല്ലോ പുലക്കാലം പോവായുഗത്തിൽ. ആള് പാടുന്നതിനൊരു ഒരു വിറയിലുണ്ടാവും. അതാണ് അതിന്റെ ഭംഗി. അപ്പൊ അതാ പറഞ്ഞ, ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് ആദ്യം ഈ ദൂരദർശനിൽ ഈ പാട്ട്, ഈ ആദ്യ പിറന്ന മുത്തപ്പന്മാരും, ഞാൻ 2 വെച്ച് പോകുമ്പോ തന്നെ ഞാൻ ബോധം അല്ല, ഇത് നമ്മളിപ്പോ ഇവിടെ പാടാന്ന് പറഞ്ഞാൽ വിശാലമായി കിടക്കല്ലേ. അതേ ഇല്ല, ആ വിശാലമായി കിടന്നുകൊണ്ട് തന്നെ അപ്പുറത്തും എല്ലാരും ഞാൻ ആലോചിച്ച് മൈക്കൊക്കെ എറണാകുളത്ത് വെച്ചാൽ അതല്ല, നമ്മള് ചില സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക എനർജി എവിടുന്നോ നമ്മളറിയാം നമ്മുടെ ശരീരത്തിലേക്ക് വരും. നമ്മൾ ഈ തീപ്പന്തൊക്കെ കത്തിച്ച് നമ്മൾ ഇവരുടെ കൂടെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ അറിയാതെ മൈക്കില് ചിലപ്പോ ഇതിനേക്കാളൊക്കെ നല്ല ഇതിലായിരിക്കും പാടുന്നത്. അപ്പോഴല്ലേ കണ്ടു നിൽക്കുന്നത് ഞങ്ങൾ തുള്ളി പോലെ. ഞാൻ ക്യാമറ ആയതോട് മാത്രം ഇങ്ങനെ ഞാനാണോ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. ചേട്ടൻ പറഞ്ഞ കഴിവുകള് ചേട്ടനെ പലയിടത്തും ചേട്ടന്റെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ, ചേട്ടനായിട്ട് നിൽക്കുമ്പോഴും മണിച്ചേട്ടനെ ഡിറ്റോ ചെയ്യുമ്പോഴും തേടി അവസരങ്ങൾ വരുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ ശേഷം 50ഓളം പാട്ടുകൾക്ക് സംഗീതം നൽകാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നും അല്ല. അത് നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ നമ്മളെ പല സ്ഥലത്തും കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഞാൻ മണിച്ചേട്ടന്റെ കാര്യം തന്നെ പറയുന്നത്, ഞാൻ രണ്ടൊരു ഐറ്റം ചെയ്യാറുണ്ട് സ്റ്റേജിൽ. ജോൺ ബിട്ടാസും മണിച്ചേട്ടനും തമ്മിൽ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് ജോൺ ബിട്ടാസിന്റെ എക്സാക്ട്ലി വോയിസ് എന്ന് പറയില്ല, പക്ഷെ ഏകദേശം ഒരു ആങ്കർ സ്റ്റൈലില് കണ്ടുണ്ടാവും. ഇവരുടെ ഇന്റർവ്യൂ കണ്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിൽ രണ്ടുപേരുടെ ഒരു സ്റ്റൈല്. എല്ലാം മഞ്ഞ പ്രേക്ഷകർക്കും JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മടി ഒരു പാട്ട് പാടും. തീർച്ചയായിട്ടും. കാരണം നാടൻ പാട്ടില്ലെങ്കിൽ ഞാനില്ല. എന്നെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് തുറന്നു നോക്കേണ്ട ഒരു കാര്യമില്ല. എനിക്കൊരു ഷേക്കൻ്റെ തന്നാൽ മതി, കൃത്യമായിട്ട് അറിയാം ഞാൻ എവിടെ നിന്നാ വന്നേന്നുള്ളത്. മടിയെപ്പറ്റി ഓർക്കുമ്പോൾ മലയാളി പ്രേക്ഷകർക്കൊരു വല്ലാത്ത സ്നേഹമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കൊരിക്കലും ഒരു സിനിമാ താരത്തിൻ്റെ ജാട എനിക്ക് പറ്റില്ല. എന്നെ എപ്പോഴും പഴയ ചാലക്കുടിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് കാണാൻ എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എപ്പോഴും ആ ജാടയിൽ നിങ്ങൾ കാണേ വേണ്ട, ഞാൻ അങ്ങനെ പറയുള്ളൂ. എന്തായാലും മണി വന്ന സ്ഥിതിക്ക് ഒരു 2 വരി നാടൻ പാട്ട്. അതല്ല നേരത്തെ ഞാൻ പറഞ്ഞത്, നാടൻ പാട്ടില്ലെങ്കിൽ ഞാനില്ല.
തന്തോയം തന്തോയം ചേട്ടോ തന്തോയം ആ തന്തോയം മാരേ തന്തോയം ആ വാങ്ങിയൊരു വാങ്ങി നിന്നാട്ടെ വാങ്ങാത്തവരെല്ലാരും വാങ്ങിച്ചു കൊള്ളു വാങ്ങിയൊരു വാങ്ങി നിന്നാട്ടെ വാങ്ങാത്തവരെല്ലാരും വാങ്ങിച്ചു കൊള്ളു ആ കേസറ്റ് വാങ്ങാത്ത ചേച്ചേ ഈ കേസറ്റ് വാങ്ങിച്ച് കേക്ക് ആക്രാന്തം കാട്ടണ്ട വിളമ്പിത്തരാം അവളെ കാസറ്റിന്റെ പ്രമോ പണ്ട് ആദർശയൊക്കെ ചെയ്തോണ്ടിരുന്നത് ദേമാവേലി കൊമ്പത്ത്. പിന്നീട് അദ്ദേഹത്തിന് തന്നെ അമ്മ ഉമ്മ മമ്മി പിന്നെ ഇതെല്ലാം നമ്മള് കാസറ്റ് മേടിച്ച് കേട്ടിട്ടുള്ളവരാ. പുതിയ കാസറ്റ് വരുമ്പോ ഞങ്ങളുടെ നാട്ടിലത് പ്ലേ ചെയ്യും ഭയങ്കര വോളിയത്തില്. നമുക്കത് ഭയങ്കര ആവേശമായിരുന്നു പറയുമ്പോ. അതൊക്കെ നമുക്ക് ഇതൊക്കെ എങ്ങനെ എന്നെ കണക്ട് ചെയ്യുന്ന വെച്ചാൽ എന്റെ കുഞ്ഞുകാലം എന്റെ കുട്ടിക്കാലം നൊസ്റ്റാൾജിയയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ചേട്ടാ നമ്മള് കുറച്ചു നേരമായിട്ട് സംസാരിക്കുന്നത്. ചേട്ടനെ പോലെ വലിയൊരാൾക്ക് ഒട്ടും സമയമില്ലെന്ന് എനിക്കറിയാം. അടുത്ത ദിവസം വീണ്ടും പോകണം. കണ്ടതിലും പറഞ്ഞതിലും ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ ചേട്ടൻ ഇനിയും ഫ്യൂച്ചറിൽ ഞാൻ കിഡിലൊരു ആൽബം ഒക്കെ ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒരു ഇന്റർവ്യൂവിന് വരും. ഓക്കെ അല്ലേ? അതിനു മുമ്പ് മണിച്ചേട്ടനെ ബേസ് ചെയ്തുകൊണ്ടാണല്ലോ എല്ലാം ചോദിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും ഒരു ധാരണ മണിച്ചേട്ടൻ അവസാനമായി പാടിയ പാട്ട് മിന്നാമിനുങ്ങ അല്ലെങ്കിൽ നേരെ പടിഞ്ഞാറ് സൂര്യനൊക്കെ ആണെന്നാണ്. പക്ഷെ അതല്ല. അദ്ദേഹം പാടിയ നല്ലൊരു അസൽ കവിതയുണ്ട്. ആ കവിത പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കവിത ഒന്ന് രണ്ടുപേരും മൂടാം. മണിച്ചേട്ടൻ പാടിയ കവിത ചിലപ്പോ ശരണ്യം കേട്ടിട്ടുണ്ടാവില്ല. തീരമുറങ്ങി തിരകളുറങ്ങി തെന്നലെ നീയും ഉറങ്ങിയില്ല പൂക്കളുറങ്ങി പുളകമുറങ്ങി പൂങ്കുയിൽ മാത്രമുറങ്ങിയില്ല മോഹങ്ങൾ മാത്രമുറങ്ങിയില്ല കാൽ ചിലമ്പില്ലാതെ നൃത്തം ചവിട്ടിയ കാഞ്ചന താരകമേ കാൽ ചിലമ്പില്ലാതെ നൃത്തം ചവിട്ടിയ കാഞ്ചന താരകമേ ഒരു ചുംബനം പകർന്നേകിടും മുമ്പേ മണ്ണിൽ മറഞ്ഞു പോയോ മണ്ണിൽ മറഞ്ഞു പോയോ. അപ്പൊ മണിച്ചേട്ടൻ കാരണം മണിച്ചേട്ടൻ കാരണം ഒരുപാട് വേദികൾ തുറന്നു തന്ന ഞങ്ങളെ പോലുള്ള നാടൻ പാട്ട് പാടുന്ന സങ്കടം വരുന്നുണ്ടല്ലേ. നാടൻ പാട്ട് പാടുന്ന ഞങ്ങളെ പോലുള്ള കൊച്ചു കലാകാരന്മാർക്ക് വേണ്ടി മണിച്ചേട്ടൻ തുറന്നു തന്ന ഒരു പ്ലാറ്റ്ഫോം വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതിലൂടെയാണ് ഞങ്ങളെ പോലെയുള്ള എല്ലാ ചെറിയ കലാകാരന്മാരും വന്നത്. അപ്പോൾ അഫ്കോഴ്സ്ലി ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരോടും ഞങ്ങളെ പോലുള്ള കലാകാരന്മാരുടെ പുതിയ പുതിയ ക്രിയേഷൻസ് ഞങ്ങളുടെ പുതിയ സൃഷ്ടികൾ ഒക്കെ കാണുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം മണിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ ഞങ്ങൾക്ക് ഈ ഇതുപോലെ പെർഫോം ചെയ്യാൻ സന്തോഷം മാത്രമേ ഉള്ളൂ. സന്തോഷം ചേട്ടാ. ഓക്കെ. ഇത് ഗ്ലീസറിനാണോ? അങ്ങനെ അപ്പൊ എന്തായാലും ഒരു വർഷമായിട്ട് മറ്റേ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ ഫ്രീ ആണോ ഇത് ഫ്രീ ആണോ എന്ന് ചോദിക്കണ പോലെ എന്റെ അടുത്ത് ഫ്രീ ആണെന്ന് ചോദിക്കാൻ കുറെ നാളെ. ഇപ്പൊ എന്തായാലും ഓക്കെ അല്ലേ? സന്തോഷം ചേട്ടാ. അപ്പൊ ചേട്ടാ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.